കോഴിക്കോട് കോങ്ങോട് നിന്ന് കാണാതായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബിയാണ് മരിച്ചത്. മൃതദേഹത്തിന് സമീപം വളർത്തു പശുവിനെയും ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു. വീട്ടമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവ സ്ഥലത്തു നിന്നും മിഥില ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് മേയ്ക്കാൻ വിട്ട പശുവിനെ തേടി ബോബി ഇങ്ങോട്ട് എത്തിയത്. ഇതൊരു കൊക്കോ തോട്ടമാണ്. വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് മക്കളാണ് ഇത്തരത്തിൽ അമ്മ വീട്ടിൽ തിരിച്ചെത്തിയില്ല എന്ന വിവരം പുറത്തറിയിക്കുന്നത്. ആദ്യം പ്രദേശവാസികൾ ചേർന്നാണ് പരിശോധന നടത്തിയത്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി കാട്ടിലേക്കെങ്ങാൻ, തൊട്ടടുത്ത് കാടുണ്ട്, ആ കാട്ടിലേക്കെങ്ങാൻ പോയോ, പശു പോയതിന് പിന്നാലെ അവർ പശുവിനെ നോക്കി അങ്ങോട്ട് പോയപ്പോൾ ആ കാട്ടിലേട്ടെങ്ങാൻ കയറിയോ എന്നൊരു സംശയവും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു. പിന്നീട് വലിയ രീതിയിലുള്ള ഒരു സംഘം ചേർന്നുള്ള ഒരു പരിശോധനയാണ് പിന്നീട് ഇവിടെ ഈ ഒരു മേഖലയിൽ നടന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ പോലീസ് ഉണ്ടായിരുന്നു. കുറ്റ്യാടിയിലെ വിവിധ സന്നദ്ധ സംഘടനകൾ, ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തിരച്ചിലിൽ കൂടെ ഉണ്ടായിരുന്ന അബിൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. അബിൻ ഈ പ്രദേശത്തുള്ള ഒരാൾ കൂടിയാണ്. അബിൻ, ഇന്നലെ എപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം ലഭിച്ചത്? പിന്നീട് നിങ്ങൾ നടത്തിയ തെരച്ചിലിൽ എപ്പോഴാണ് ഇവരെ കണ്ടെത്തിയത്? ഇന്നലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് കൂട്ടുകാരൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചീനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ അവിടെ വന്നിട്ട് തെരച്ചിലിന് കയറി. ഒരു 7 മണി തൊട്ടൊരു 1 മണി വരെ തെരഞ്ഞു. 1 മണിയൊക്കെ ആയപ്പോഴത്തേനും പുള്ളിക്കാരിൻ്റെ ബോഡി കണ്ടു. പരിക്കോ മറ്റു കാര്യങ്ങളോ ശരീരത്തിലുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പരിക്ക് കാര്യങ്ങളായിട്ടൊന്നും കണ്ടില്ല. ദേഹത്തൊന്നും കണ്ടില്ല. ഇന്നലെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. സ്ഥിരമായിട്ട് ഇവർ പശുവിനെ മേയ്ക്കാൻ വിടുന്ന ആളാണോ? എന്താണ് ഇവരൊരു? സ്ഥിരമായിട്ട് പശുവിനെ മേയ്ക്കാൻ വിടുന്നു. ഇവിടെ ഈ പ്രദേശത്തൊക്കെ അഴിച്ചു വിട്ടിട്ടുള്ള പുള്ളിക്ക്. ഇതാണ് ഇന്നലെ തെരച്ചിലിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഇവർ നടത്തിയ ഒരു തെരച്ചിലിൽ രാത്രി 1 മണിയോടെയാണ് ഇത്തരത്തിൽ പശുവിൻ്റെ മൃതദേഹം ഇവിടെ നിന്നും കണ്ടത്. തൊട്ടു താഴെ ഒരു തട്ടായ ഒരു പ്രദേശമാണ്. തൊട്ടു താഴെയാണ് ഈ ബോബിയുടെ മൃതദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള പരുക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ നിന്നും കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയത്. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ തൊട്ടിപ്പാലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥില ബാലൻ, 24.